ഹേ ഗായ്സ്, നമ്മളൊരു യാത്ര പോവാണ്. നമ്മൾ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം വരെ ഒന്ന് പോയിട്ട് വരാം. ഇപ്പം 3 ഫ്രണ്ട്സും കൂടി ഉണ്ട് നമ്മൾ പോകുന്നത്. നമ്മൾ കുറച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എപ്പോഴത്തേനും ട്രെയിനൊക്കെ വന്ന് അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ കയറി അടിപൊളിയായിട്ട് പോവാണ്. പിന്നെ ട്രെയിനിൽ വന്ന് പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി. പിന്നെ നമ്മൾ റൂമിലെത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ റെഡിയായി. നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. റൂമിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ള ഹോട്ടലിലേക്ക്, കാരണം പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടി നടന്ന് പിന്നെ ഹോട്ടലിലെത്തി. പിന്നെ നമ്മൾ കുഴപ്പമില്ലാത്ത ഫുഡ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് മസാല ദോശയും പിന്നെ നെയ്റോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പരിപാടി നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോയി. അവിടെ ആണെങ്കിൽ ഫുള്ള് കളറിയുടെ കുട്ടികൾ അവരുടെ പേരൻസും എല്ലാവരും കൂടിയിട്ട് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. പിന്നെ മത്സരം തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയി കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഒരു വെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയാൽ തന്നെ പണി പാളനാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ നോക്കൂ, ബ്ലഡും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ട് പെർഫോം ചെയ്യുന്നത്. എന്നിട്ട് അവരൊരു തരി പോലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആ ടൈം കഴിയുന്നവരെ അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. പിന്നെ നമ്മളെ ചെക്കന്മാരെ പരിപാടി തുടങ്ങി. അത് കാണാൻ ഭയങ്കര ഒടുക്കത്തെ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ പരിപാടി തുടങ്ങിയപ്പോൾ എല്ലാവരും കാണികളും എല്ലാവരും ചീറലും ഒക്കെ കൂടി ആയപ്പോൾ ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ രോമാഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ വേറെയും കുറേ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോണ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിയാൻ നേരം വൈകിയോണ്ട് നമ്മൾ നടന്നിട്ടാണ് റൂമിലേക്ക് പോകുന്നത് കേട്ടോ. ഒരു 2 കിലോമീറ്റർ ഉള്ളൂ റൂമിലേക്ക്. അങ്ങനെ നടന്ന് നമ്മൾ വെയ്യാതെ ആയപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. കുഴപ്പമില്ലാത്ത ജ്യൂസ്, അടിപൊളി ജ്യൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. തുടക്കത്തിൽ പറഞ്ഞ ആവേശം നടക്കാൻ അവസാനത്തിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നടന്ന് വെയ്യാതെ പിന്നെ അവസാനം നമ്മൾ റൂമിലെത്തി തന്നെ നമ്മൾ അപ്പം തന്നെ കുളിച്ച് ഫ്രഷായി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം ഒന്നും നോക്കില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന ഏട്ടൻ്റെ പേരക്കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് കുറെ നേരം കളിച്ചു. പിന്നെ അവരെ വർത്താനവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ നമ്മൾ റൂമിന്റെ പുറത്തൊക്കെ പോയി നോക്കി, അവിടെ പശുത്തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഒന്നും നോക്കിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പോയി കിടന്നുറങ്ങി.